വെൽക്കം ബാക്ക് ടു വിദ്യാസ് രസോയി. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. നമ്മുടെ ചൗവരി വെച്ചിട്ടൊരു ഉപ്പുമാവാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പം ഓണത്തിന് പായസമൊക്കെ റെഡിയാക്കാൻ വേണ്ടി വാങ്ങിച്ച ചൗവരിയൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ബാലൻസ് കാണുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ഇന്ന് തയ്യാറാക്കാം. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഫ്യൂച്ചറിലെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ബെൽ ബട്ടനും ഒന്ന് പ്രസ് ചെയ്യണം. അപ്പം നമ്മുടെ ചൗവരി ഉപ്പുമാവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ചൗവരി ഉപ്പുമാവ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹാഫ് ആൻ അവർ സോക്ക് ചെയ്ത് വെച്ച് ചൗവരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്തൊക്കെയാണോ നമ്മുടെ ഉപ്പുമാവിന് വേണ്ടത് ആ ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഗ്രീൻ ചില്ലി, ജിഞ്ചർ, ഒണിയൻ, കറി ലീഫ്, കൊക്കനട്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഒഴിക്കുക. ഞാനിവിടെ കൊക്കനട്ട് ഓയിലാണ് എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങനെയാണോ കടുക് താളിക്കുന്നത് അതുപോലൊക്കെ തന്നെ, അല്ലാതെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അപ്പോൾ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചനാഡാലാണ് ഇടുന്നത്, നമ്മുടെ കടലപ്പരിപ്പ്. ഉഴുന്നാണെങ്കിൽ ഉഴുന്നിട്ടാലും മതി. നമ്മൾ സാധാരണ റവ വെച്ചിട്ടുള്ള ഉപ്പുമാവിൽ ഉഴുന്നൊക്കെ ചേർക്കാറില്ല, അതുപോലെ ഇപ്പം കടലപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, ഉഴുന്നായിടുന്നെങ്കിൽ അത് ചേർക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമ്മുടെ കയ്യിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജിഞ്ചറും ഒണിയനും ഗ്രീൻ ചില്ലിയും കറി ലീഫും എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് പെട്ടെന്നൊന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സമയത്ത് കുറച്ച് വെജിറ്റബിൾസ് എടുത്ത് വെക്കുകയാണെങ്കിൽ അതുകൂടെ നമ്മൾ റവ ഉപ്പുമാവിലൊക്കെ ചേർക്കുന്ന പോലെ വേണമെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനിവിടെ വെജിറ്റബിൾസ് ഒന്നും എടുക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കായപ്പൊടിയാണ്. ഇതത്ര പരിചയം പോരല്ലേ. റവ വെച്ചിട്ടുള്ള ഉപ്പുമാവിൽ നമ്മൾ സാധാരണ കായപ്പൊടി ഒന്നും ചേർക്കാറില്ല. പക്ഷേ ചൗവരി ഉപ്പുമാവിൽ നമ്മൾ കുറച്ച് കായപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ ടേസ്റ്റൊന്നും മുൻപിലൊന്നും വരത്തില്ല ഒരിക്കലും. ആ ഒരു ടെൻഷനൊന്നും വേണ്ട. എന്നിട്ട് ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ചൗവരിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ലാസ്റ്റിൽ കൊക്കനട്ട് കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അതിന് മുൻപായിട്ട് വിനിഗർ ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂണ് വിനിഗർ ഒഴിച്ചാൽ മതി. ഞാനിപ്പോൾ ലെമൺ ജ്യൂസാണ് ഒഴിക്കുന്നത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് അടച്ചു വയ്ക്കണം. ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചൗവരി ഉപ്പുമാവ് റെഡിയായി കഴിഞ്ഞു. വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്, വളരെ ഹെൽത്തിയുമാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ഒരു ഇതാണ് ചൗവരി എന്ന് പറയുന്നത്. അപ്പം നമുക്കിതിനൊന്നും പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാൻ ടേസ്റ്റ് നോക്കിയിട്ട് കാര്യമില്ല, എങ്കിലും ഒന്ന് നോക്കട്ടെ. സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്ക് മെസ്സേജായിട്ട് അയക്കണം. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല കേട്ടോ. ബൈ ബൈ.